ഹാൻഡ്ലൂമിൽ വന്നിട്ടുള്ള പ്യുവർ കാഞ്ചീപുരം. അത് നല്ലൊരു കളർ ഷെയ്ഡിലാണ് കേട്ടോ വന്നേക്കുന്നത്. നമ്മൾ അധികം കാണാത്ത ഒരു ഓഫ് വൈറ്റിൽ, പക്ഷേ വൈറ്റിലോട്ട് പോകുന്ന ഒരു ലൈറ്റ് ഓഫ് വൈറ്റ് ആട്ടോ. നമ്മൾ അധികം ഈ ഒരു കളർ ഷെയ്ഡ് കാണത്തില്ല. ഇപ്പോൾ റെഡൊക്കെയാണ് നമ്മൾ ഫെമിലിയർ ആയിട്ട് നിൽക്കുന്നത്, അല്ല പീക്കോക്ക് ബ്ലൂ. പക്ഷേ ഈ ഒരു ഷെയ്ഡ് നമ്മൾ എന്തായാലും വെയർ ചെയ്യുമ്പോൾ ബ്യൂട്ടിഫുൾ ലുക്ക് ആയിരിക്കും. കാരണം നമ്മൾ വെയർ ചെയ്യുന്ന ഓർണമെൻറ്റ്സിൻ്റെ ഏത് ഓർണമെൻറ്റ്സ് ആണെങ്കിലും സൂട്ടബിൾ ആയിരിക്കും കേട്ടോ. അപ്പം ഇതൊന്ന് ഓപ്പൺ ചെയ്ത് കാണാം. ഇതാട്ടോ സാരിയുടെ ലുക്ക് വന്നേക്കുന്നത്. സാരിയിൽ ത്രൂ ഔട്ട് ഒരു ഫ്ലോറൻ്റെ ഒരു ഡീറ്റെയിലിംഗ് ആണ് വന്നേക്കുന്നത്. കോപ്പർ സെറി വെച്ചിട്ടാണ് ആ ഒരു ലുക്ക് ഫിനിഷ് ചെയ്തേക്കുന്നത്. ബോർഡർ ആണെങ്കിൽ അത്യാവശ്യം ബ്രോഡായിട്ട് വന്നേക്കുന്ന ബ്രോഡർ ഡീറ്റെയിലിംഗ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇത്തിരി ഹൈറ്റൊക്കെ കുറവാണെങ്കിലും ഈ ഒരു സാരി വെയർ ചെയ്യുമ്പോഴത്തേക്കും കുറച്ചൊന്ന് ഹൈറ്റ് ഫീൽ ചെയ്യും കേട്ടോ. അപ്പോൾ ഇതാണ് സാരീൻ്റെ ലുക്ക് വരുന്നത്. നല്ല റിച്ച് അടിക്കുന്ന പല്ലു ആട്ടോ. ഒരു ട്രഡീഷണൽ മോട്ടീഫിൻ്റെയൊക്കെ ഒരു ലുക്കാണ് പല്ലുവിൽ കൊണ്ടുവന്നേക്കുന്നത്. നല്ല തിക്കായിട്ട് വീവ് ചെയ്തെടുത്തേക്കുന്ന ഒരു സ്റ്റൈലിംഗ് കൂടി ആട്ടോ. ബോർഡറിലായിട്ട് ഒരു ഡയമണ്ട് പാറ്റേൺ ആൻഡ് ജോമെട്രിക് പാറ്റേൺ, ഫ്ലോറൽ ഡീറ്റെയിലിംഗ് എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് പല്ലു അങ്ങ് റിച്ച് ആക്കിയേക്കുക. ദിസ് ഈസ് പല്ലു. ദെൻ ബ്ലൗസ് പീസിൽ ഡയമണ്ട് ലുക്കിൽ തന്നെയാണ് ബ്ലൗസ് പീസ് വന്നേക്കുന്നത്. അത്ര തിക്കായിട്ടല്ല കേട്ടോ ആ ഒരു കോപ്പർ സെരീൻ്റെ ആ ഒരു വീവിങ് ബ്ലൗസിൽ വന്നേക്കുന്നത്. ദിസ് ഈസ് ബ്ലൗസ് പീസ്. അതിൽ ബോർഡർ ഡീറ്റെയിലിങ്ങോട് കൂടി വന്നിട്ടുള്ള ബ്ലൗസ് പീസ്. അപ്പോൾ നമ്മൾ ഈ ഒരു ഷെയ്ഡൊക്കെ വെയർ ചെയ്യുമ്പോഴത്തേനും നമുക്ക് ഏതൊരു ഓർണമെൻറ്റ്സിൻ്റെ കൂടെയും സൂട്ടബിൾ ആയിരിക്കും. ഇതിൻ്റെ കോഡ് വന്നേക്കുന്നത് AKS111. പ്രൈസ് വന്നേക്കുന്നത് 20,699. ടാസ സിൽക്ക് സാരീസ് ഏത് ഒക്കേഷൻ ആണെങ്കിലും നമുക്ക് ഉടുക്കാൻ പറ്റിയ ടൈപ്പ് ഓഫ് സാരീസാണ് ടാസ സിൽക്ക് സാരീസ് എന്ന് പറയുന്നത്. അതിൽ തന്നെ ഡിപ്പ് ഡൈഡായിട്ട് വരുന്ന 2 ഷെയ്ഡിൽ വരുന്ന സാരി, അതിൻ്റെ കൂടെ മെഷീൻ എംബ്രോയിഡറിയുടെ ഹൈലൈറ്റൊക്കെ വന്നേക്കുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കുറച്ച് സാരീസ്. ഒരേ കോൺസെപ്റ്റ് തന്നെയാണ്, പക്ഷേ ഡിഫറെൻറ്റ് കളർ ഓപ്ഷൻസിലും അതുപോലെ തന്നെ ഡിഫറെൻറ്റ് കോഡ്സിലുമാണ് ഈ പ്രോഡക്റ്റ്സ് അവൈലബിൾ ആക്കിയേക്കുന്നത്. ഇതുണ്ടോ, ഫസ്റ്റ് വന്നേക്കുന്നത് ഒരു ദേശി കളറും സാൻഡൽ കളറും കൂടെ മിക്സ് ആയിട്ട് വരുന്ന കളർ കോമ്പിനേഷൻ. എന്നിട്ട് ഒരു മസ്റ്റർഡ് യെല്ലോ കളറിൽ വരുന്ന എംബ്രോയിഡറി ഡീറ്റെയിലിംഗ്, മെഷീൻ എംബ്രോയിഡറി ഡീറ്റെയിലിംഗ് ആണ്. ആൻഡ് പ്രോഡക്റ്റ് കോഡ് വരുന്നത് HS655 ആണ് കേട്ടോ. HS655. പ്രൈസിങ് ഞാൻ ലാസ്റ്റ് പറയാം. സാരി ഇങ്ങനെയാണ് സാരിയുടെ ഒരു ഓപ്പൺ ലുക്ക് വരുന്നത്. ഫുൾ സാരിയിൽ ദേശി കളറിൽ ഈ ഒരു മസ്റ്റേർഡ് കളറിലുള്ള എംബ്രോയിഡറി ഡീറ്റെയിലിംഗ്, അതും ഒരു ഫ്ലോറൽ ജാൽ ഡീറ്റെയിലിംഗ് ആണ് വന്നേക്കുന്നത്. കേട്ടോ, ഇങ്ങനെയാണ് സാരിയിൽ ഫുള്ളായിട്ട് ഇതുപോലെ വന്നേക്കാണ്. 2 എഡ്ജസും ഒരു മസ്റ്റേർഡ്, ഒരു മോർ ഓഫ് മസ്റ്റേർഡ്, ബേൺഡ് മസ്റ്റേർഡ് കളറാണ് കേട്ടോ. ഒരു പ്യുവറായിട്ടുള്ള മസ്റ്റേർഡ് കളറല്ല, കുറച്ചൊരു ബ്രൗൺ ടിൻ്റ് കയറി വരുന്ന മസ്റ്റേർഡ് കളറിൽ വരുന്ന ബോർഡർ ഡീറ്റെയിലിംഗ്. ആൻഡ് പല്ലു ഡീറ്റെയിലിംഗും വരുന്നത് ആ സെയിം കളർ കോമ്പിനേഷനാണ്. 2 ബോർഡേഴ്സും ഇതുപോലെ തന്നെയാണ് വന്നിരിക്കുന്നത്. എന്നിട്ട് പല്ലുവും ആ ഒരു ബേൺഡ് മസ്റ്റേർഡ് കളറിൽ വന്നിട്ട് ഫുൾ സാരിയിൽ ഇതുപോലെ റണ്ണിങ് ആയിട്ട് എംബ്രോയിഡറി ഡീറ്റെയിലിംഗ് ആണ് കേട്ടോ. ബ്ലൗസിൻ്റെ ഫാബ്രിക് വരുന്നത് ഈ പല്ലുവിൻ്റെ സെയിം കളർ ടോണിൽ, സ്ലീവ്സിൻ്റെ എഡ്ജസിൽ ഒരു ഫ്ലോറൽ പാറ്റേൺസ്, ഒരു ലൈൻ ഓഫ് ഫ്ലോറൽ പാറ്റേൺസ് വരുന്ന പോലെയാണ് ഡിസൈൻ ഡീറ്റെയിലിംഗ് ചെയ്യുന്നത്. ഇപ്പോൾ നമുക്ക് സ്ലീവ്ലെസ് ആയിട്ട് ഇടുന്നവരാണെങ്കിൽ സ്ലീവ്സിൻ്റെ ഈ റൗണ്ടിൻ്റെ അവിടെ വേണമെങ്കിൽ ഈ ഡിസൈൻ വരുന്ന പോലെ സ്റ്റിച്ച് ചെയ്യാം. അങ്ങനെ വേണമെങ്കിൽ സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതാണ് സാരിയുടെ ടോപ്പ്. ബേജ് കളറിൽ മസ്റ്റേർഡ് കളർ ബോർഡർ ഡീറ്റെയിലിംഗ് ആൻഡ് മസ്റ്റേർഡ് കളർ പല്ലു. പ്രൈസ് വരുന്നത് 11,299 ആണ്. ഇനി ഇതേ കോൺസെപ്റ്റ് വരുന്ന വേറൊരു സാരി കാണാം. നെക്സ്റ്റ് സാരി വന്നേക്കുന്നത് കോമ്പിനേഷൻ വൈസ് നല്ല ഭംഗിയുള്ള സാരിയാണ് കേട്ടോ. ഒരു ബ്രൗൺ കളർ, ഒരു ഗ്രേ കളറും, ഒരു എലിഫൻറ്റ് ഗ്രേ കളർ ആൻഡ് ബ്ലൂ കോമ്പിനേഷനിൽ വരുന്ന സാരി. ബ്ലൂ എന്ന് പറഞ്ഞാൽ ഒരു ഫിറോസി ബ്ലൂ എന്ന് പറയുന്ന കളറാണ്. ടർക്കോയിഷ് ബ്ലൂവിനോട് സിമിലർ ആയിട്ടുള്ളൊരു ബ്ലൂ കളർ. ബ്ലൂവിൽ ഇതേപോലെ ഡിപ്പ് ഡൈഡായിട്ട് 2 സൈഡിലും എലിഫൻറ്റ് ഗ്രേ കളർ ബോർഡർ വന്നിട്ട് ഫുൾ സാരിയിൽ ആ ഒരു എലിഫൻറ്റ് ഗ്രേ കളറിലുള്ള എംബ്രോയിഡറി ഡീറ്റെയിലിംഗ്. പല്ലു ഡീറ്റെയിലിംഗ് വരുന്ന ഇങ്ങനെയാണ്. ആൻഡ് ഇതിലും ഒരു ഫ്ലോറൽ ജാൽ പാറ്റേൺ ആണ് വന്നിരിക്കുന്നത്. ബ്ലൗസ് പ്ലെയിൻ ആയിട്ടുള്ള ബ്ലൗസാണ് പെയർ ചെയ്തേക്കുന്നത്. ഈ പ്രോഡക്റ്റിൻ്റെ കോഡ് വരുന്നത് HS651. 11,299 ആണ് പ്രൈസ് വരുന്നത്. ഈ സാരിയിൽ ഫുൾ ദാവണി പോർഷനിൽ ഫുള്ളായിട്ട് ഇതുപോലെ വർക്ക് വന്നിട്ട് പ്ലീറ്റിൻ്റെ പോർഷനിൽ ഹാഫ്, ഓൾമോസ്റ്റ് 3/4 വരുന്നുണ്ട് കേട്ടോ. നീ ലെങ്ത്തിന് മുകളിലായിട്ട് വരെ വരുന്ന രീതിയിലാണ് എംബ്രോയിഡറി ഡീറ്റെയിലിംഗ് വന്നേക്കുന്നത്. നെക്സ്റ്റ് കളർ നോക്കാം.
നെക്സ്റ്റ് കളറും ഇതുപോലെ ആ ഒരു ഗ്രേയും ബ്ലൂവും കോമ്പിനേഷനിലാണ് കേട്ടോ വന്നേക്കുന്നത്. ഗ്രേ ആൻഡ് ബ്ലൂ കോമ്പിനേഷൻ, ഗ്രേ കളർ പല്ലു ആൻഡ് ബോഡി വരുന്നത് ബ്ലൂ. നല്ല ഭംഗിയുള്ളൊരു ബ്ലൂ ആണ് കേട്ടോ. ബ്ലൂവിൽ ഫ്ലോറൽ ജാൽ പാറ്റേൺ ആണ് വന്നേക്കുന്നത്. അതിൽ എംബ്രോയിഡറി വന്നേക്കുന്നത് ആ ഒരു ലൈറ്റർ ബ്ലൂ, പിന്നെ ഒരു കഷിഷ് കളർ, പിന്നെ ഒരു ബ്രൗൺ, ഒരു ഗ്രേ ടോൺ. ഇത്രയും ടോൺസ് മിക്സ് ആയിട്ടുള്ള എംബ്രോയിഡറി ഡീറ്റെയിലിംഗ് ആണ് സാരിയുടെ ഫുള്ള് അപ്പർ പോർഷനിൽ വന്നേക്കുന്നത്. ഇനി പ്ലീറ്റിൻ്റെ പോർഷനിൽ ഓൾമോസ്റ്റ് 3/4 ആയിട്ടാണ് ഒരു നീ ലെങ്ത് വരെ എംബ്രോയിഡറി ഡീറ്റെയിലിംഗ് വന്നിട്ട്, അത് പുറത്ത് കാണുന്ന പോർഷനിലെല്ലാം എംബ്രോയിഡറി വന്നിട്ടാണ് ഇത് വരുന്നത്. ആൻഡ് ഇതിൻ്റെ മെറ്റീരിയൽ വരുന്നത് പ്യുവർ ദേശി ടസർ സാരിയാണ് കേട്ടോ. ആൻഡ് പല്ലുവിൽ കുറച്ചൊരു ഡിഫറൻസിലാണ് വന്നിരിക്കുന്നത്. പല്ലുവിലും ഈ സെയിം റണ്ണിങ് എംബ്രോയിഡറി തന്നെ ആ ഒരു കോൺട്രാസ്റ്റ് കോമ്പിനേഷൻ വരുമ്പോൾ നല്ല ഭംഗിയായിട്ട് വരുന്നുണ്ട്. ഇതിൻ്റെ പ്രോഡക്റ്റ് കോഡ് വരുന്നത് HS64 11,299 ആണ് പ്രൈസ് റേഞ്ച് വരുന്നത്. അപ്പോൾ ഈ സാരീസിൻ്റെ എല്ലാം ഡ്രൈപ്ഡ് ആയിട്ടുള്ള ഫോട്ടോസ് വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്. ചെക്ക് ഇറ്റ് ഔട്ട് അറ്റ് www.aham.store. ഓർഗൻസ സാരീസ്. ഓർഗൻസ സാരീസ് വാങ്ങിക്കുമ്പോൾ എല്ലാവർക്കും ഒരു കൺസേൺ ആണ്, ഒരുപാട് ഇങ്ങനെ ഒഴുകി കിടക്കാത്ത സാരിയാണോ, ഒരുപാട് സ്റ്റിഫായിട്ട് നിന്നിട്ട് കുറേ വണ്ണം തോന്നുന്ന സാരിയാണോ എന്നൊക്കെ ആൾക്കാർക്ക് എപ്പോഴും കൺഫ്യൂഷനുള്ള സാരിയാണ്. അതുപോലെ തന്നെ ട്രാൻസ്പെറൻ്റ് ആണോ, അതുപോലെ അതും ഒരു കൺഫ്യൂഷനുള്ള സാരിയാണ്, ഒരു കൺസേൺ ഉള്ള സാരിയാണ്. വാങ്ങി കഴിയുമ്പം എങ്ങനെയാണ് ഇനി ട്രാൻസ്പെറൻ്റ് ആയി പോകുമോ എന്നുള്ള രീതിയിൽ. ഇത് നല്ല ഭംഗിയായിട്ട് വരുന്ന ഒരു ഫ്യൂഷൻ കോൺസെപ്റ്റിൽ വരുന്ന ഓർഗൻസ സാരിയാണ് കേട്ടോ. ബോഡിയിൽ ഫുള്ളായിട്ട് ത്രെഡ് വർക്ക്, മെഷീനിൽ റണ്ണിങ് ആയിട്ട് സിൽക്ക് ത്രെഡ് കൊണ്ട് ആ ഫ്ലോറൽ പാറ്റേൺസ് വന്നിട്ട് ഡിജിറ്റൽ പ്രിൻറ്റിങ്ങിൻ്റെ ആ ഒരു കോൺസെപ്റ്റും കൂടെ മിക്സ് ചെയ്ത് വരുന്ന സാരിയാണ് കേട്ടോ. നമുക്ക് നോക്കാം. അതായത് ഇതിൽ ബോർഡർ ഡീറ്റെയിലിംഗ് വന്നേക്കുന്നത് ലോവർ ബോർഡറിൽ 2 ബോർഡേഴ്സിലുണ്ട് കേട്ടോ. ഫ്ലോറൽ പാറ്റേൺസ് ഡിജിറ്റൽ പ്രിൻറ്റ് ചെയ്ത് വന്നിട്ട് അതിനുള്ളിൽ ഉള്ള പോർഷൻ ഫുള്ളായിട്ട് ഇതുപോലെ ആ സെയിം ബോർഡറിൽ വരുന്ന ഫ്ലോറൽ പാറ്റേൺസിനോട് സിമിലർ ആയിട്ടുള്ള പാറ്റേൺസ് മെഷീൻ എംബ്രോയിഡറി ചെയ്തേക്കാണ്. ഇതിൻ്റെ ഒരു ക്ലോസർ വ്യൂ ഒന്ന് കാണിച്ചു കഴിഞ്ഞാൽ ഇതിൽ ആ ഫ്ലോറൽ പാറ്റേൺസ് വന്നേക്കുന്നതുകൊണ്ട് തന്നെ അതിനൊരു ട്രാൻസ്പെറൻസി കുറവാണ്. അതുപോലെ തന്നെ ഇതിലൊരു ടെക്സ്റ്റ് ക്ലോസറായിട്ട് നോക്കിയാലേ കാണുള്ളൂ. ഒരു ടെക്സ്റ്റ് സിംഗിൾ ലെയർ ആയിട്ട് ഞാൻ പിടിച്ച് കാണിച്ചു തരാം. ഇതിലൊരു ടെക്സ്റ്റർ പ്രിൻറ്റിങ് കൂടെ വന്നിട്ടുണ്ട്, ഡിജിറ്റൽ പ്രിൻറ്റ് ചെയ്തേക്കുന്ന ടെക്സ്റ്റർ ഫിനിഷിങ്ങും കൂടെ വന്നിട്ടുണ്ട് കണ്ടോ. അപ്പോൾ ആ ഒരു ടെക്സ്റ്റർ ഫിനിഷിങ് ഉള്ളതുകൊണ്ട് തന്നെ ആ ഒരു ഫാബ്രിക്കിൻ്റെ ടെക്സ്ചർ നമുക്ക് കുറച്ചൊരു കട്ടിയുള്ളതായിട്ടാണ് ഫീൽ ചെയ്യുന്നത്. ഓൾറെഡി ഇത് ഓർഗൻസ, സിൽക്ക് ഓർഗൻസ ഫാബ്രിക്കിൽ വരുന്ന സാരിയാണ്, എങ്കിലും ഒട്ടും ട്രാൻസ്പെറൻ്റ് ആവാതെ ബ്യൂട്ടിഫുൾ ആയിട്ട് വരുന്ന സാരി. വേണ്ട ഇതിൻ്റെ സിംഗിൾ ലെയർ ആയിട്ടിട്ടാലും നല്ല ഭംഗിയായിട്ട് വരുന്ന സാരിയാണ്. അതുപോലെ തന്നെ ഈ ഒരു സിൽക്ക് ഓർഗൻസ ഫാബ്രിക് ആയതുകൊണ്ട്, ഇപ്പോൾ നൈലോൺ ഓർഗൻസ ഫാബ്രിക് ഒക്കെ ആണെങ്കിൽ കുറച്ചും കൂടി സ്റ്റിഫായിട്ട് നിൽക്കുകയും കുറച്ചും കൂടി ട്രാൻസ്പെറൻസി ഉള്ള ഫാബ്രിക്കാണ്. ഇത് സിൽക്ക് ഓർഗൻസ ഫാബ്രിക്കാണ്, അതുകൊണ്ട് തന്നെ കുറച്ച് ട്രാൻസ്പെറൻസി കുറവാണ്. ഇതിൽ ആ ഒരു സിൽക്കിൻ്റെ ബ്ലെൻഡ് ഉള്ളതുകൊണ്ട് നല്ല ഭംഗിയായിട്ട് ആ ഒരു സിൽക്കിൻ്റെ ഒരു ഫീലിൽ കിടക്കുന്ന സാരിയാണ്. ഇതാണ്ടോ പല്ലുവിൽ ഡിജിറ്റൽ പ്രിൻറ്റ് ഡീറ്റെയിലിംഗ്, 2 ബോർഡേഴ്സിലും ഫ്ലോറൽ പാറ്റേൺസിൻ്റെ ഡിജിറ്റൽ പ്രിൻറ്റ് ഡീറ്റെയിലിംഗ് ആൻഡ് ബോഡി ഫുള്ളായിട്ട് ഇതുപോലെ ഫ്ലോറൽ പാറ്റേൺസ് വന്നിട്ട് സെയിം കളറും അതുപോലെ തന്നെ ഒരു ബേജ് കളറും കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഇതിലെ ഫ്ലോറൽ പാറ്റേൺസ് വന്നേക്കുന്നത്. ഇങ്ങനെയാണ് സാരിയുടെ ലുക്ക് വരുന്നത്. പിന്നെ ഇതിനൊരു ഫൈൻ ഡീറ്റെയിലിംഗ് കൂടി വന്നിട്ടുണ്ട് കേട്ടോ. അത് ആ ഒരു സെയിം കളറിൽ തന്നെ വരുന്ന കൊച്ച് ക്രോഷ്യ ലേസിൻ്റെ ഒരു ഫിനിഷിംഗ് കൂടെ വന്നേക്കുന്നതുകൊണ്ട് നല്ല ഭംഗിയുള്ള എഡ്ജ് ഫിനിഷിങ്ങുമാണ്. ടാസിൽസും കുറച്ച് തിക്കായിട്ട് വരുന്ന കോട്ടൺ ത്രെഡിൽ വരുന്ന സിൽക്ക് ത്രെഡിൽ വരുന്ന ടാസിൽസിൻ്റെ ഒരു ഫിനിഷിങ്ങുമാണ് വന്നേക്കുന്നത്. ഇതാണ് ഫസ്റ്റ് സാരി വന്നേക്കുന്നത്. ഇനി ഇതിൻ്റെ ബ്ലൗസ് വന്നേക്കുന്നതും പ്രിൻറ്റഡ് ആയിട്ട് വരുന്ന ബ്ലൗസാണ് കേട്ടോ. ഈ എഡ്ജ് ഫിനിഷിങ്ങിൽ വന്നേക്കുന്ന ആ ഫ്ലോറൽ പാറ്റേൺസിൻ്റെ തന്നെ കൊച്ചു കൊച്ചു പാറ്റേൺസ്, വളരെ കുഞ്ഞ് പാറ്റേൺസ് ആണ് വന്നേക്കുന്നത്. ഓർഗൻസ ഫാബ്രിക്കിൻ്റെ കൂടെ നമ്മൾ പെയർ ചെയ്യുമ്പോൾ ഒരു സെയിം ഓർഗൻസ ഫാബ്രിക് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരുപാട് ടൈറ്റായിട്ട് ലൂസ് യാൺസ് ആണ് ഇതിൻ്റെ യാൺസ് വരുന്നത്. അപ്പോൾ കുറച്ച് ടൈറ്റായിട്ടൊക്കെ സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ ഇത് യാൺസ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിട്ട് പിഞ്ചി പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓർഗൻസ ഫാബ്രിക്കിൻ്റെ കൂടെ, സിൽക്ക് ഓർഗൻസയുടെ കൂടെ നമ്മൾ വെക്കുന്നത് സെയിം ഫാബ്രിക് അല്ല, കുറച്ചൊരു ചന്തേരി ഫിനിഷ്ഡ് ആയിട്ടുള്ള ഫാബ്രിക് അല്ലെങ്കിൽ ചിനോൺ ഫാബ്രിക്കൊക്കെയാണ് ഓർഗൻസയുടെ കൂടെ വെക്കുന്നത്. ഇത് ചിനോൺ ഫാബ്രിക്കിൽ സെയിം ടെക്സ്ചർ പ്രിൻറ്റിങ് വന്നിട്ട് അതിനകത്ത് ഫ്ലോറൽ പാറ്റേൺസ് വന്നേക്കുന്ന
ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരി. ഇതിൻ്റെ കളർ വരുന്ന ഒരു സ്റ്റീൽ ഗ്രീൻ ആണ് കേട്ടോ, ഒരു പേസ്റ്റ് സ്റ്റീൽ ഗ്രീൻ ടോണിൽ ഇതാണ് ബ്ലൗസ് വരുന്നത്. ഇനി കളർ ഓപ്ഷൻസ് അവൈലബിൾ ആണ്. ഇതാണ് അടുത്ത കളർ വരുന്നത്, ഗ്രീൻ. നല്ല ഭംഗിയുള്ളൊരു ഗ്രീനിൽ ഇതുപോലെ തന്നെ ഫ്ലോറൽ പാറ്റേൺസ് വന്നിട്ട് ഡിസൈനൊക്കെ സെയിം തന്നെയാണ്. ഇതാ ബ്ലൗസ് വന്നേക്കുന്നത് ഇങ്ങനെയാണ്. ഇതാ ഒരു ടെക്സ്ചർ പ്രിൻറ്റിങ്ങിൻ്റെ ആ ഒരു ഭംഗി കൂടി വരുന്നുണ്ട് കേട്ടോ. ഫുൾ സാരിയിലും അതുപോലെ ബ്ലൗസിലും ടെക്സ്ചർ പ്രിൻറ്റിങ് വന്നിട്ട് കൊച്ചു ഫ്ലോറൽ പാറ്റേൺസ് വരുന്ന ബ്ലൗസിൻ്റെ ഫിനിഷിങ്, ബ്ലൗസിൻ്റെ സ്ലീവ്സിൻ്റെ എഡ്ജിലും ഇതുപോലെ ആ ക്രൂഷ്യൽ ലേസിൻ്റെ ഫിനിഷിങ് വന്നിട്ടുണ്ട്. ഇനി സാരി വെച്ച് കാണിക്കാം. സാരിയുടെ ഒരു ഓപ്പൺ ലുക്ക് വരുന്നത് ഇങ്ങനെയാണ്. ഗ്രീൻ കളറിൽ നല്ല ഭംഗി. ആ ഗ്രീനിൽ ഫ്ലോറൽസ് എല്ലാം ഗ്രീനിൻ്റെ കൂടെ നിൽക്കുന്നതുകൊണ്ട് ആ ഗ്രീൻ കളറിൽ ഈ പ്രിൻ്റ് വന്നപ്പോൾ നല്ല ഭംഗിയാണ്. ഇതാണ് അടുത്ത ഓപ്ഷൻ വരുന്നത് കേട്ടോ. ഇതാണ് നെക്സ്റ്റ് ഓപ്ഷൻ. ഇനി ഇത് കൂടെ ഇനി ഒരു മോപ്പിംഗ് എൻ്റെ കയ്യിലിരിക്കുന്നത്. മോവ് ഷെയ്ഡാണ് കയ്യിലിരിക്കുന്നത്. ഇനി ഒരു പേർപ്പിൾ ഷെയ്ഡും കൂടെ അവൈലബിൾ ആണ് കേട്ടോ. നെക്സ്റ്റ് കളർ ഓപ്ഷൻ ഇതായത് മോവ് പിങ്കിൽ സെയിം ടോണിൽ തന്നെ വരുന്ന, സെയിം ടോണും ബേജും കൂടി മിക്സ് ആയിട്ട് വരുന്ന ഫ്ലോറൽ പാറ്റേൺ. അത് ഫ്ലോറൽ പാറ്റേൺസിൻ്റെ ഔട്ട്ലൈനാണ് എംബ്രോയിഡറി ഡീറ്റെയിലിംഗ് വന്നിരിക്കുന്നത്. സിൽക്ക് ത്രെഡ് കൊണ്ടാണ് ചെയ്തേക്കുന്നത്. സിൽക്ക് ഓർഗൻസ ഫാബ്രിക്. പല്ലുവിൽ ആ ഒരു ശരിക്കും ഒരു ഗാർഡനിലേക്ക് നോക്കിയ ഇഫക്റ്റാണ്. ഒരുപാട് ഭംഗിയുള്ള പൂക്കളുടെ കോമ്പിനേഷനാണ് ഇതിൽ വന്നേക്കുന്നത്. ഇതാണ് അടുത്ത കളർ ഓപ്ഷൻ. ഇതിലെ ബ്ലൗസ് വരുന്നത് സെയിം ചിനോൺ ഫാബ്രിക്കിൽ സെയിം പ്രിൻറ്റ് ഡീറ്റെയിലിംഗ് തന്നെ, നമ്മൾ കണ്ട വേരിയൻസിലെ പ്രിൻറ്റ് ഡീറ്റെയിലിംഗ് തന്നെയാണ്. ഈ പ്രോഡക്റ്റിൻ്റെ കോഡ് ഞാൻ നോക്കിയിട്ട് ഒന്നും കൂടി പറയാം. പ്രോഡക്റ്റിൻ്റെ കോഡ് വരുന്നത് SMC 125 ആണ്. സാരീസിൻ്റെ എല്ലാം ഡ്രൈപ്ഡ് ആയിട്ടുള്ള ഫോട്ടോസ് വെബ്സൈറ്റിൽ അവൈലബിൾ ആണ് കേട്ടോ. ഇതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഇത് കാണണമെങ്കിൽ ഫോട്ടോസ് എടുത്ത് സെർച്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ അറിയാം. ചെക്ക് ഇറ്റ് ഔട്ട് at www.aham.store.